ലവ് മാരേജ് ആണ് നല്ലതെന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് ആര് സമ്മതിക്കുമോ? അതല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലതെന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആര് സമ്മതിക്കും? ഇല്ലല്ലേ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചവരായാലും ലവ് ആഫ്റ്റർ മാരേജ് ഉണ്ടായിരിക്കണം. വിവാഹശേഷം നിങ്ങൾക്ക് ഇണയായി വന്നിട്ടുള്ള ആൾ ആരാണ് അവരോട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടാവും. എനിക്ക് വന്നിട്ടുള്ള കേസ് സ്റ്റഡീസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലവ് മാരേജിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. 5-6 വർഷമൊക്കെ പ്രണയിച്ച് ആഫ്റ്റർ മാരേജും 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇത്ര വർഷം പ്രണയിച്ചിട്ടും ഇത്ര വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അങ്ങനെ അറേഞ്ച് മാരേജിലും വരുന്നുണ്ട്, ഇല്ല എന്നല്ല. റേഷ്യോ കൂടുതലും ലവ് മാരേജിലാണ്. അതിൻ്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലവ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും 2 സ്ഥലത്തു നിന്ന് വരുന്നു, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, അപ്പം ഭയങ്കര പ്രണയം തോന്നും. എപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. ഗിഫ്റ്റുകൾ കൈമാറാനും മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഇതൊക്കെ കഴിഞ്ഞ് മാരേജിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതാവുന്ന സമയത്ത്, കാരണം എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിരുന്ന ആളുകൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ആ ഒരു പ്രണയത്തിന് കൗതുകം കുറയുന്നു. അപ്പം അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പ്രണയിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും യഥാർത്ഥ ജീവിതം മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങളും തുടങ്ങും. എന്നാൽ കൂടുതലൊന്നും കാര്യങ്ങൾ അറിയാതെ ജീവിതത്തിലേക്ക് വരുന്ന അറേഞ്ച്ഡ് മാരേജുകാർക്ക് അവരെന്താണോ എങ്ങനെയാണോ അവരുടെ സിറ്റുവേഷൻ എന്താണോ ആ ഒരു കാര്യം കണ്ട് അവിടെ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രണയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന് ദൃഢത കൂടുതൽ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കല്യാണത്തിന് ശേഷം അവിടെ പ്രണയം ഉണ്ടായിരിക്കും.